ബോബി ഡോക്ടർ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പേടിക്കാനൊന്നും ഇല്ലെന്നേ. ഡോക്ടറിന് ബോബിയോട് എന്തോ പറയാനാ. ബോബി ബാ. എടി ഞാനിപ്പോൾ വരാം. ഇരിക്കെ. ബോബിയോട് ചെറിയ കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. ബോബി അത് സമാധാനത്തോടെ കേൾക്കണം. ഇറ്റ്സ് ഓക്കെ. എന്താ ഡോക്ടർ? സ്കാനിങ് റിപ്പോർട്ട് ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴാണ് കൺഫർമേഷൻ കിട്ടിയത്. അതുകൊണ്ടാണ് സത്യത്തിൽ ഞാൻ നേരത്തെ പറയാതിരുന്നത്. ഇത് കേൾക്കുമ്പം അത് അക്സെപ്റ്റ് ചെയ്യാൻ വൈഫിന് ബുദ്ധിമുട്ടുണ്ടാവും. ശരിക്കും എന്താ ഡോക്ടർ? കുറച്ച് നാൾ മുമ്പ് വൈഫിനൊരു ഇൻറ്റേർണൽ പെയിനുമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഓർക്കുന്നുണ്ടോ? അതെ. അതൊരു തരം ഇൻഫെക്ഷൻ ആയിരുന്നു. ആ ഇൻഫെക്ഷൻ കുട്ടിയുടെ ബ്രെയിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ അത് കുട്ടിയുടെ മെൻ്റൽ റിട്ടാർഡേഷൻ അല്ലെങ്കിൽ മെൻ്റൽ ഡിസോർഡറിന് കാരണമായേക്കാം. എനിക്ക് വേണേൽ നിങ്ങളോട് പറയാതിരിക്കാം. പക്ഷെ പെട്ടെന്നുണ്ടാകുന്ന ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ നിങ്ങളെങ്കിലും ഇത് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഭാര്യ ഒന്ന് സഹായിക്കാൻ പറ്റിയേക്കും. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇനിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഡോക്ടർ? ഒരു ഡോക്ടർ എന്ന നിലയിൽ എത്തിക്കലി ഞാൻ പറയുന്നത് റോങ് ആണ്. എങ്കിലും ഐ സജസ്റ്റ് യു ക്യാൻ ട്രൈ ഫോർ അനദർ ചാൻസ്. ഡോക്ടറെ, 6 വർഷം നോക്കിയിരുന്നിട്ടാ ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ കിട്ടി. അവളാണെ സ്വർഗം കിട്ടിയ സന്തോഷത്തിലാ. എന്തായാലും ഞങ്ങൾക്കിത് വേണം ഡോക്ടറെ. ബട്ട് ഇറ്റ് ഈസ് റിസ്കി. നിങ്ങളാണ് ജീവിക്കേണ്ടത്. തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ്. അപ്പം നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുക. ഇത് പറയാനാണ് ഞാൻ വിളിപ്പിച്ചത്. അപ്പം ശരി ബോബി. ഓക്കെ ഡോക്ടർ. ഡോക്ടർ എന്താ പറഞ്ഞേ? അതൊന്നുമില്ലടി, കുറച്ച് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതാ. വാ. അതെ, അമ്മ വിളിച്ചായിരുന്നു നമ്മളെവിടായെന്ന് അറിയാനായിട്ട്. വരുമ്പോൾ കുറച്ച് പഞ്ചസാരയും മേടിച്ചോണ്ട് വരണമെന്നാ പറഞ്ഞേ. പോന്ന വഴിക്ക് വാങ്ങാം. എടാ എന്നാ ഇരിപ്പടയിരിക്കുന്നു? നിനക്ക് എന്നാ പറ്റി? എടാ, എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ അവളോട് എങ്ങനെ ഇതൊക്കെ പറയും? എടാ, എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാൻ പറ്റത്തില്ല. ചില കാര്യങ്ങളൊക്കെ മിണ്ടാതിരിക്കണം, മനസ്സിലായോ? എടാ, നീ ഈ കാര്യം ആ ഡോക്ടറോട് പറഞ്ഞാൽ മതി. അവർ വേണ്ട രീതിയിൽ അത് ചെയ്തോളൂ. എന്നാലും അത് ജീവനുള്ളൊരു കുഞ്ഞല്ലടാ. ഇങ്ങനൊക്കെ ചെയ്യുന്നത് കൊലപാതകം ചെയ്യുന്ന പോലല്ലേ? അതോർക്കുമ്പോഴാണ് എനിക്ക്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, അല്ലെങ്കിൽ നീ തന്നെ കിടന്ന് അനുഭവിക്കും. ഇക്കാര്യത്തിൽ എല്ലാവരും നിന്നെ കുറ്റം പറയത്തുള്ളൂ, അത് ഓർത്തു. മിനി, ഇച്ചാൻ ഇവിടെ ഉണ്ടായിരുന്നോ? കാപ്പി കുടിക്കാന്ന് പറഞ്ഞ അമ്മ അവിടെ കിടന്ന് വിളിക്കുന്നുണ്ട്. അവിടെ മിനി വന്നിരിക്കുന്നതല്ലേ. മിനി, ആരോഗ്യമൊക്കെ നോക്കിക്കോണേ. ഇപ്പൊ ശ്രദ്ധിക്കേണ്ട സമയമാ. ചല്ലേ. നീ വല്ലതും കഴിച്ചായിരുന്നോ? അമ്മ എന്നെ രാവിലെ കഴിപ്പിക്കും. ഞാനിപ്പോ 2 പേർക്ക് വേണ്ടിയാ കഴിക്കുന്നതെന്ന് അമ്മ പറയുന്നത്. ഇച്ചാനുണ്ടോ ഒരു സങ്കടം പോലെ? ഏയ്, ഒന്നുമില്ലടി. നിനക്ക് ചിലപ്പോൾ തോന്നിയതായിരിക്കും. ബോബി, ഞങ്ങൾ സാധാരണ ആരെയും അങ്ങനെ നിർബന്ധിക്കാറൊന്നുമില്ല. തീരുമാനം എടുക്കേണ്ടത് പേരൻസ് തന്നെയാണല്ലോ. ഏതായാലും ഡിസൈഡ് ചെയ്തല്ലോ. ഡോക്ടറെ, ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല. അവൾ സമ്മതിക്കത്തില്ല. അതൊന്നും സാരമില്ല. നാളെ മിനിയും കൂട്ടി അങ്ങ് വന്നാൽ മതി. റൗണ്ട്സ് കഴിഞ്ഞ് ഞാൻ എത്താം. ഞാനൊരു മെഡിസിൻ തരാം. ഡോക്ടർ, ഈസ് ഇറ്റ് എ മർഡർ? അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യണ്ട. ദാറ്റ്സ് ഓൾ. ഇച്ചാ, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ എന്തിനാ ഡോക്ടർ വരാൻ പറഞ്ഞേ?
ഇടയ്ക്ക് ചെക്കപ്പ് വേണമെന്ന് പറഞ്ഞതല്ലേ, അതിന് വിളിപ്പിച്ചതായിരിക്കും. ഇച്ചാനെന്താ വല്ലാതിരിക്കുന്നേ? ഇച്ചാനെ വല്ല കുഴപ്പമുണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? മോനെ, ഫ്രാൻസിസ് ഡോക്ടർ വന്നോ? ഇപ്പം വരും അപ്പച്ച. ഞങ്ങളും ഡോക്ടറിനെ കാണാൻ വന്നതാ. ശരി. അപ്പച്ചൻ ഡോക്ടറിനെ കാണാൻ വന്നതാണോ? ആ അതെ മോളെ, എൻ്റെ മോടെ ഒരു കാര്യത്തിന് വേണ്ടിയായിരുന്നു. ആഹാ, എന്നിട്ട് മോളെവിടെ? അവളെ കൊണ്ടുവരാൻ പറ്റുന്ന പരുവത്തിലൊന്നുമല്ല. വയ്യാത്ത കുഞ്ഞാ, 10-35 വയസ്സുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവളെ നോക്കുന്നത്. അവക്ക് എന്തു പറ്റിയതാ? അവൾക്ക് ബുദ്ധിക്ക് ഇച്ചിരി കുറവുണ്ട്. നാട്ടുകാരുടെ ഭാഷ പറഞ്ഞാൽ മന്ദബുദ്ധിയാ. വയസ്സ് 10-35 ആയെങ്കിലും അവൾക്കിപ്പോഴും 2 വയസ്സുകാരുടെ ബുദ്ധിയാ. ഞങ്ങളതുകൊണ്ട് അവളെ മാലാഖ എന്നാണ് വിളിക്കുന്നത്. എല്ലാവരും ചോദിക്കും ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊക്കെ ഇല്ലേ എന്ന്. പക്ഷേ അവള് ഞങ്ങളുടെ ജീവനാ. അവള് ഞങ്ങളുടെ മാലാഖയാ. ആ മാലാഖയെ നോക്കാൻ ഭാഗ്യം കിട്ടുവരാ ഞങ്ങള്. അല്ലേ മോനെ? എടി വാ, പോകാം. നമുക്ക് ഡോക്ടറെ കാണണ്ടേ? പിന്നെ കാണാം. ഈ ഇച്ചായനിത് എന്തിൻ്റെ സൂക്കേടാണ്?